ലൗകിക നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വിദ്വേഷ പരാമർശ കേസും അറസ്റ്റും ജയിൽവാസവും ഏറ്റവും ഒടുവിൽ കോടതി താക്കീത് നൽകി പുറത്തുവിട്ട് 10 ദിവസം തികയുന്നതിന് മുൻപ് വീണ്ടും വിവാദ പരാമർശവുമായി BJP നേതാവ് PC ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തവണ പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. കേരളത്തിൽ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും വർദ്ധിക്കുന്നുവെന്നും അത് തമ്മിലുള്ള ബന്ധവും ക്രിസ്തീയ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നുള്ള സന്ദേശവുമാണ് PCയുടെ വാക്കുകളിൽ കാണുന്നത്. 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കേണ്ടതിൻ്റെ കാരണമടക്കം PC വിവരിക്കുന്നുണ്ട്. മീനച്ചിൽ താലൂക്കിൽ 400ഓളം പെൺകുട്ടികളെയാണ് നമുക്ക് നഷ്ടമായതെന്നാണ് PC ജോർജിൻ്റെ വിവാദമായ വെളിപ്പെടുത്തൽ. പാലയിൽ നടന്ന KCBCയുടെ ലഹരി വിരുദ്ധ സെമിനാറിനിടയിലാണ് PC ജോർജ് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ലവ് ജിഹാദിലൂടെ കേരളത്തിലെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. കേവലം 41 പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. ഇന്നലെയും സമാനമായൊരു സംഭവമുണ്ടായി. ഒരു കൊച്ചുപോയി, കേവലം 25 വയസ്സ്. രാത്രി 9:30 പോയി, ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് PCയുടെ വാദം. വീണ്ടും PC ജോർജ് വിവാദ പരാമർശം ഉയർത്തിക്കഴിഞ്ഞാൽ ജാമ്യവ്യവസ്ഥ അടക്കം റദ്ദു ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അതൊന്നും തന്നെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നത്. ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മളെ പെൺകുട്ടികളെ മുക്കിനെ പറ്റി പറഞ്ഞ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നത് വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചിൽ താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയം കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനിതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലൗകിക നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സുവരെ പെങ്കൊച്ചിനെ പിടിച്ചു വെച്ച അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്താ അതിനെ കെട്ടിച്ചുവിടാന്ന്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒരു പെൺകൊച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ, എന്താ കാര്യം? 18 തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുക. നമ്മളോ ഒരു 28-29 ആയാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയില്ല. എന്നാ അതിന്റെ ശമ്പളം ഇങ്ങനെ പോരാട്ട് ഊറ്റിയെടുക്കാമല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത്, ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും. മറ്റു വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ വളരെയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഞാൻ സമയം 7 മിനിറ്റുള്ളതുകൊണ്ട് ദീർഘിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. തീർച്ചയായിട്ടും അഭിനന്ദ പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ, അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി. ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല, അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുമെന്നും വേണ്ട, അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം. അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുകയല്ല. പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഈ രാജ്യപ്പെട്ടക്കാരനാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ എന്റെ മനസ്സിലൂടെ വരുന്നെങ്കിലും PC പറഞ്ഞിരിക്കുന്നതിൽ 25 വയസ്സിനപ്പുറത്തേക്ക് പെൺകുട്ടികളെ വീട്ടിൽ നിർത്തരുതെന്നും 25 വയസ്സുവരെ ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ച് അപ്പനിട്ട് അടി കൊടുക്കട്ടെ എന്നുള്ളതാണ് ആരോപിക്കുന്നത്. നേരത്തെ തന്നെ കെട്ടിച്ചുവിടണം. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഗുരുതരമായ ഒരു പ്രശ്നം കൂടിയാണെന്നും PC ചൂണ്ടിക്കാണിക്കുന്നു.
20-23 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടണം. അതിനുള്ള മര്യാദ കാണിക്കണം. 25 വയസ്സായിരുന്നപ്പോൾ PC-ക്കും തോന്നിയല്ലോ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു സന്തോഷമെന്നും. അപ്പോൾ ഒരു പെൺകൊച്ചിന് ആണുങ്ങളെ കാണുമ്പോഴും ഇത്തരത്തിലൊരു സന്തോഷം തോന്നില്ലേ എന്നാണ് PC ചോദിക്കുന്നത്. ഇത് റിയാലിറ്റിയാണ്, മനുഷ്യ സഹജമായ ദൗർബല്യമാണെന്നും PC കൂട്ടിച്ചേർക്കുന്നു. ഇതറിയാതെ പോയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഒരു 28-29 ആയാൽ വല്ല ശമ്പളവും കിട്ടുന്നതാണെങ്കിൽ കെട്ടിക്കില്ല. ആ ശമ്പളം അങ്ങ് ഊറ്റിയെടുക്കാം. അതാണ് പ്രശ്നം. ക്രിസ്ത്യാനികൾ എന്ത് തന്നെ സംഭവിച്ചാലും നിർബന്ധമായും 24 വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് PC ജോർജിൻ്റെ ഭാഷ്യം. നേരത്തെ ചാനൽ ചർച്ചയിലൂടെ ആയിരുന്നു PC ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം ഉയർത്തിയത്. അതിൻ്റെ പേരിൽ കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യം റദ്ദു ചെയ്തു. PC-യെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു ശേഷം ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി PC-ക്ക് കടുത്ത ഉപാധികളോടെ ജാമ്യവും അനുവദിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജാമ്യം പരിഗണിച്ചെങ്കിലും ഇത്തവണ അത് റദ്ദ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യവും PC ജോർജ് തന്നെ ഒരുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.